ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാറ്റശല്യം എങ്ങനെ ഇല്ലാതാക്കാം, നമുക്ക് വിഷമൊന്നും ഇല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ദോഷമൊന്നും വരാതെ നമുക്ക് ഈ ഒരു പാറ്റേനെ എങ്ങനെ ഇല്ലാതാക്കാൻ നോക്കാം. വെറും സെക്കൻഡുകൾ തന്നെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേനെ ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും എല്ലാവരെയും ഒരുപോലെ കഷ്ടപ്പെടുത്തുന്ന ഒന്നാണല്ലോ ഈ ഒരു പാറ്റ. ചില സ്ഥലങ്ങളിൽ ഇത് കൂറാന്ന് പറയും, എൻ്റെ നാട്ടിലൊക്കെ ഇതിന് കൂറാന്നാട്ടോ പറയുക. വീട് വൃത്തികേടാക്കാനും അസുഖം വരുത്താനും ഇതിൻ്റെ ഈ ഇറ്റാലത്തെ ഒരൊറ്റയൊന്നും മതി. പാറ്റയെ നമുക്ക് പാടെ നശിപ്പിക്കുന്നതിനുള്ള 2 വഴികളുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറയാം. എല്ലാവർക്കും അറിയാമെങ്കിലും ആരും കാര്യമായി എടുക്കാത്തൊരു ഒന്നാണ് നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ തന്നെയൊക്കെ ചിതറിയൊക്കെ ഇടുക. അതേപോലെ തന്നെ ചപ്പ് ചവറുകളൊക്കെ അവിടെ ആയിട്ടൊക്കെ ഇടുക. ഇത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പാറ്റയെ ഒരു പരിധി തന്നെ ഒഴിവാക്കാം കേട്ടോ. ഈ ഒരു പാറ്റ കാരണം നമുക്ക് പകർച്ചവ്യാധികൾ വരെ വരുന്നുണ്ട്. ഈ ഒരു പകർച്ചവ്യാധികളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പാറ്റയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. അതുകൂടാതെ തന്നെ ഒരു പാറ്റ ഒരു വർഷം 320 മുട്ട വരെ ഇടും. ഏതാണ്ട് ഒരു ദിവസം ഒരു കുഞ്ഞിനെ വീതം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു പാറ്റ കടന്നു വന്നാൽ മതി, ബാക്കി ഉള്ള പാറ്റകളൊക്കെ താനെ വന്നോളും. അത് അത്രയും മുട്ടയിട്ട് പെരുകി വീട് മുഴുവൻ വൃത്തികേടായിട്ടിരിക്കും. അപ്പം ഇതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡ. നമ്മുടെ അപ്പക്കാരെന്ന് പറയും. അത് കുറച്ചിട്ട് കൊടുക്കുക. അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാര ഈ ഒരു പാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ബോറിക് ആസിഡ് പൗഡറാണ് കേട്ടോ. ബോറിക് ആസിഡ് അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. 20 ഗ്രാമിന് ഏതാണ്ട് 15 രൂപ വരെയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. ഈ ഒരു ബോറിക് ആസിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാരം ബോർഡൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു പൊടി വിതറില്ലേ, അത് അതേപോലെ സൈക്കിളിൻ്റെ ഒക്കെ ചെയിനിനൊക്കെ നല്ല രീതിയിൽ ഓട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നൊരു ഒരു പൗഡറാണ് കേട്ടോ. ഇത് വലിയ അപകടകാര്യമൊന്നുമല്ല, പക്ഷേ ഇത് ഭക്ഷണത്തോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഇനി ഇതും 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം ഇല്ലാതെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഒരു പാത്രത്തിൽ ഇതും ഇങ്ങനെ മിക്സാക്കി വെക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളവും കുടിക്കുക കേട്ടോ. ഇത് പാറ്റ തിന്ന് കഴിയുമ്പം അതിന് വെള്ളം കുടിക്കണം. അപ്പം എന്തായാലും ഇത് ഈ ഒരു ബോറിക് ആസിഡും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളിൽ ചെന്നതിനെ കൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ. അടുത്തതായിട്ടുള്ള ഒരു ടിപ്പാണ്, ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് 2 സ്പൂണോളം ബോറിക് ആസിഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഈ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് എവിടെയാണോ നമുക്ക് പാറ്റ ശല്യമുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ബോൾസ് വെച്ച് കൊടുക്കുക. അപ്പം അത് പാറ്റ വന്ന് തിന്നിട്ട് അതവിടെ തന്നെ ചത്ത് വീഴും കേട്ടോ. പിറ്റേന്ന് അത് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയാണല്ലോ നമുക്ക് പാറ്റേൻ്റെ ഒക്കെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.